ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങൾ ആരാണ് എന്നുള്ളതാണ്. അതായത് എന്താണ് അവർക്ക് നിങ്ങളോടുള്ള ഒരു മനോഭാവം എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ സിറ്റുവേഷൻ ആയിരിക്കാം. ചിലവർ വലിയ കുഴപ്പമില്ലാതെ പോകുന്ന റിലേഷൻഷിപ്പ് ആയിരിക്കാം, ചിലർ ബുദ്ധിമുട്ടുകളിലൂടെ അല്ലെങ്കിൽ ഒരു സെപ്പറേഷനിലൂടെ പോകുന്നതായിരിക്കാം, ചിലപ്പോൾ ഒരു ബ്രേക്കപ്പ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കും. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങളോടിപ്പോൾ ഉള്ള ആറ്റിറ്റ്യൂഡ് എന്താണ്, അവരുടെ മനസ്സിൽ അവരെങ്ങനെയാണ് നിങ്ങളെ കാണുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പം മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന ആ ഒരു എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഗൈഡൻസായി മാത്രം എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ വിട്ട് കളഞ്ഞേക്കുക. അപ്പോൾ ഈ ഒരു റീഡിംഗ് കാണുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക. വളരെ പോസിറ്റീവായിട്ട് അവരെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് മാത്രം ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവുക. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പ്രെഡ് ഇതാണ്. ഇവിടെ അവരുടെ കാര്യം പറയുന്നതിന് മുൻപായിട്ട്, അല്ലെങ്കിൽ അവരെങ്ങനെ നിങ്ങളെ കാണുന്നു എന്നുള്ളതിന് മുൻപായിട്ട് നിങ്ങളുടേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം. അതായത് ഏകദേശം എങ്ങനെയാണ് നിങ്ങളുടെ ഒരു എനർജി വരുന്നത് എന്നുള്ളത് പറയാം. അപ്പോൾ ഈ ഒരു പേഴ്സൺ മാത്രമല്ല, നിങ്ങളെ ചിലപ്പോൾ ആദ്യമായിട്ട് കാണുന്ന വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളോട് അത്രയധികം പരിചയമില്ലാത്തൊരു വ്യക്തിക്ക് നിങ്ങളെ കാണുമ്പോൾ ചിലപ്പോൾ വളരെ ബോൾഡായിട്ട് തോന്നിയേക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു അഹങ്കാരിയാണ്, അല്ലെങ്കിൽ ഭയങ്കര അഹങ്കാരമുള്ള വ്യക്തിയാണ് എന്നൊക്കെ നമ്മൾ പറയുന്ന രീതിയിൽ കുറച്ച് ജാടയുള്ളൊരു വ്യക്തിയാണ് എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ ആ ഒരു രീതിയിൽ നിങ്ങൾ വളരെ അടുത്തറിയുന്നതിന് മുൻപ് ആളുകൾ ജഡ്ജ് ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു നിലവാരം എന്താണോ അതിനേക്കാൾ കുറച്ചുകൂടി ഒരു ഉയർന്ന പടിയിലായിരിക്കാം ചിലപ്പോൾ മറ്റുള്ളവർ നിങ്ങളെ കാണുന്നത്. അതായത് നിങ്ങളുടെ ഒരു സാഹചര്യം, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു എന്താ പറയുന്ന ആ ഒരു പരിതസ്ഥിതിയേക്കാൾ ഉപരിയായിട്ട് കുറച്ചും കൂടി ഒരു റിച്ച് ലെവലിലുള്ളൊരു വ്യക്തിയാണ്, അല്ലെങ്കിൽ വളരെയധികം ബോൾഡായിട്ടുള്ളൊരു വ്യക്തിയാണ്, എല്ലാ കാര്യത്തിനും എടുത്തടിച്ച് പോലെ മറുപടി പറയുന്നൊരു വ്യക്തിയാണ്. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കൂടുതൽ അറിയുന്നതിന് മുൻപ് തന്നെ ആൾക്കാർ നിങ്ങളെക്കുറിച്ച് ജഡ്ജ് ചെയ്തേക്കാം. അപ്പോൾ ഇതിവിടെ പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മേ ബി ഈ ഒരു വ്യക്തിയും നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്നൊരു സമയത്ത്, അല്ലെങ്കിൽ നിങ്ങളെ പരിചയപ്പെട്ടൊരു സമയത്ത് ഈ ഒരു ലെവലിലായിരിക്കാം നിങ്ങളെ കണ്ടിട്ടുണ്ടാവുക. അതായത് നിങ്ങളുടെ ഒരു എക്സാക്റ്റ് പിക്ചർ, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് എന്നുള്ളത് ക്ലിയർ ആയിട്ട് മറ്റുള്ളൊരു വ്യക്തിക്ക് ചിലപ്പോൾ പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല. കാരണം നിങ്ങൾ അത്രയും ഒരു ഓപ്പൺ അപ്പായിട്ട്, അല്ലെങ്കിൽ ഒരു തുറന്ന പുസ്തകം എന്ന് നമ്മൾ പറയുന്നത് പോലെ, ഇപ്പോൾ നിങ്ങൾക്ക് വിഷമങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതെല്ലാം വിളിച്ചു പറഞ്ഞ് നടക്കുന്ന ആൾക്കാരുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു സിമ്പതി കിട്ടാൻ വേണ്ടിയിട്ട് പറഞ്ഞ് നടക്കുന്ന വ്യക്തികളുണ്ട്. പക്ഷെ നിങ്ങളെ സംബന്ധിച്ച് അങ്ങനെയല്ല. എന്തോരം വിഷമങ്ങളോ ദുഃഖങ്ങളോ കാര്യങ്ങളുണ്ടെങ്കിലും നിങ്ങളത് മനസ്സിനകത്ത് സൂക്ഷിക്കും. സ്വന്തം വിഷമങ്ങൾ മറ്റാരെ അറിയിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയല്ല. അതുപോലെ തന്നെയാണ് നിങ്ങൾക്കുള്ള കാര്യങ്ങൾ. ഇപ്പോൾ നിങ്ങൾക്ക് ഫിനാൻഷ്യലി ആണെന്നുണ്ടെങ്കിലും വളരെ ഒരു കുറഞ്ഞൊരു സാമ്പത്തിക അവസ്ഥയിലൂടെ നിങ്ങൾ കടന്നു പോവുകയാണെന്നുണ്ടെങ്കിലും മറ്റുള്ളവരുടെ മുൻപിൽ എനിക്ക് ദാരിദ്ര്യമാണ്, അല്ലെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ മാർഗ്ഗമില്ല എന്നൊന്നും പറയാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നൊരു വ്യക്തിയല്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടൊരു സെൽഫ് റെസ്പെക്റ്റ്, ആ ഒരു സെൽഫ് വാല്യൂ ഉള്ള പേഴ്സൺ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വ്യക്തിയും നിങ്ങളെ വളരെ ഒരു റെസ്പെക്റ്റ് തന്നിട്ടാണ് നോക്കി കണ്ടിട്ടുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾ എന്തോ വലിയൊരു സംഭവമാണ്, അല്ലെങ്കിൽ അവർക്ക് കിട്ടിയ ഒരു പ്രഷ്യസ് ആയിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങൾ എന്നുള്ള രീതിയിൽ തന്നെയായിരിക്കണം ഈ വ്യക്തി നിങ്ങളെ കണ്ടിട്ടുണ്ടാവുക. നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഒരുപാട് തവണ ചിലപ്പോൾ അവരത് പറഞ്ഞിട്ടുണ്ടാവാം, അവരുടെ ഒരു ഭാഗ്യമാണ്, അല്ലെങ്കിൽ എന്താ പറയുന്നത്, ചിലപ്പോൾ നിങ്ങളെ കിട്ടാനുള്ള ഒരു യോഗ്യത പോലും അവർക്കില്ലാത്ത വ്യക്തികളാണ് എന്നുള്ളതെല്ലാം പറഞ്ഞിട്ടുണ്ടാവാം. കാരണം അത്രയും അധികം ഒരു ഹ്യൂജ് പൊസിഷൻ അവർ നിങ്ങൾക്ക് അവരുടെ ലൈഫിനകത്ത് തന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്താണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലമോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് പറയുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഈ ഒരു വ്യക്തിയുടെ ബുദ്ധിമുട്ടുകൾ, കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇവർക്ക് വേണ്ടുന്ന അഡ്വൈസ് കൊടുക്കൽ, ഇതായിരിക്കും ചിലപ്പോൾ കൂടുതൽ നടന്നിട്ടുണ്ടാവും. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ പോകുന്ന സമയത്താണെന്നുണ്ടെങ്കിലും എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടാണ് കൂടുതൽ കാര്യങ്ങൾ അതിനകത്ത് സംഭവിച്ചിട്ടുണ്ടാവും. അതായത് കൂടുതൽ ആ ഒരു ഓറിയൻറ്റേഷൻ കിട്ടിക്കൊണ്ടിരുന്നത് ഈ ഒരു പേഴ്സൺ ആണ് എന്നുള്ളതാണ്. നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ എല്ലാ പ്രോബ്ലങ്ങളും തുറന്ന് പറഞ്ഞ് അവരെ ബുദ്ധിമുട്ടിക്കാനോ വിഷമിപ്പിക്കാനോ ഒന്നും നിന്നിട്ടുണ്ടാവില്ല. കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അത് മനസ്സിനകത്ത് വെച്ചിട്ടുണ്ടാവാം. കാര്യം ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ഭാഗം കേൾക്കാൻ റെഡിയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ എന്ത് പ്രശ്നങ്ങളും ഷെയർ ചെയ്യാനായിട്ടും അവരും റെഡി ആണെന്നുണ്ടെങ്കിൽ കൂടിയും നിങ്ങൾ കൂടുതൽ ഒരു പ്രൊമിനൻസ് കൊടുത്തിട്ടുള്ളത് ആ ഒരു വ്യക്തിക്ക് തന്നെയാണ്. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് എടുത്ത് നോക്കുമ്പോൾ കൂടുതൽ ആനുകൂല്യങ്ങളും കിട്ടിയിട്ടുള്ളത് ആ ഒരു പേഴ്സണാണ് എന്നുള്ളതാണ്.
അപ്പോൾ നിങ്ങളിനി മാരീഡ് ആയിട്ടുള്ള വ്യക്തികളായാലും സിംഗിൾ ആയിട്ടുള്ള വ്യക്തികളായാലും അല്ലെങ്കിൽ കുറച്ച് മെച്യൂർഡ് ആയിട്ടുള്ള പേഴ്സൺസ് ആണെന്നുണ്ടെങ്കിൽ കൂടിയും നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് ചിലപ്പോൾ അവരുടെ ഒരു ക്യാരക്ടർ വൈസ് ചിലപ്പോൾ പിള്ളേരെ പോലെ ആയിരിക്കാം, ഒരു ചൈൽഡിഷ് ബിഹേവിയർ എന്നൊക്കെ പറയുന്ന രീതിയിൽ പെരുമാറുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം. അതുമാത്രമല്ല കൂടുതൽ ഒരു പ്രിഫറൻസ് അവർക്ക് കിട്ടണം, ഒരു ഫോക്കസ് അവർക്ക് വേണം എന്ന് വാശിയുള്ളൊരു കൂട്ടത്തിലായിരിക്കാം. അത് റിലേഷൻഷിപ്പിൽ മാത്രമല്ല മറ്റെവിടെയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവരുടെ ഒരു ജോലി സ്ഥലത്തായിരിക്കാം, അല്ലെങ്കിൽ ഫാമിലിയിലായിരിക്കാം, എല്ലായിടത്തും എനിക്ക് തന്നെ ഇമ്പോർട്ടൻസ് കിട്ടണം, ഞാനായിരിക്കണം ഒരു പ്രൈം ഫാക്ടർ എന്നുള്ള രീതിയിൽ പെരുമാറുന്ന ഒരു വ്യക്തിയായിരിക്കാം. അപ്പോൾ അതുപോലെ തന്നെ ഇവർക്ക് ചെറിയ ചെറിയൊരു അറ്റൻഷൻ കിട്ടിയില്ലെങ്കിൽ പോലും വലിയ പ്രോബ്ലമായിട്ട് തോന്നിയേക്കാം. നമ്മൾ ഈ ഒരു പിണക്ക കൊടുക്കുക എന്നൊക്കെ പറയുന്ന പോലെ ആ ഒരു രീതിയിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു പേഴ്സണാണ്. അപ്പോൾ നിങ്ങളെന്തോ സംതിങ് ഒരു പ്രഷ്യസ് ആണ് അല്ലെങ്കിൽ വളരെ ഒരു ജെമ്മാണ് എന്നുള്ള രീതിയിൽ കണ്ടു എന്നുള്ളത് മാത്രമല്ല, അവരുടെ ലൈഫിൽ ഒരുപാട് ഗൈഡൻസ് കൊടുത്തിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അവരുടെ ലൈഫിൽ അവർക്കൊരു ചേഞ്ച് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം. ചിലർ വരുമ്പോൾ ചരിത്രം വഴിമാറുന്നൊക്കെ ഏതോ ഒരു ആഡിൽ പറയുന്ന പോലെ നിങ്ങൾ ഈ ഒരു വ്യക്തിയുടെ ലൈഫിനകത്ത് എൻ്റർ ചെയ്ത ശേഷം അവർക്ക് ഒരു വലിയൊരു ടേണിംഗ് പോയിന്റ് അവരുടെ ലൈഫിനകത്ത് ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ്. അതായത് അതുവരെ അവരെങ്ങനെയാണോ ജീവിച്ചത്, അല്ലെങ്കിൽ ഏത് പാറ്റേൺ ആണോ ഫോളോ ചെയ്തത്, അല്ലെങ്കിൽ എന്തൊക്കെയാണോ അവർ വിശ്വസിച്ചിരുന്നത്, അതിനെല്ലാം ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ നെഗറ്റീവായിട്ടുള്ള മാറ്റങ്ങളല്ല, ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളെ കൊണ്ട് ആ ഒരു വ്യക്തിക്ക് അവരുടെ ലൈഫിനകത്ത് ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ്. അവരുടെ ചിലപ്പോൾ ആ ഒരു കംപ്ലീറ്റ് തിങ്കിങ് പ്രോസസ്സ് തന്നെ മാറിപ്പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇങ്ങനെയാണോ ലോകം, അല്ലെങ്കിൽ ഇങ്ങനെയുണ്ടോ ചില കാര്യങ്ങൾ എന്നുള്ളതൊക്കെ ചിലപ്പോൾ അവർക്ക് അറിയാനായിട്ട് സഹായിച്ചിട്ടുള്ളത് നിങ്ങളായിരിക്കാം. അതുപോലെ തന്നെ ഭൂരിഭാഗം വ്യക്തികൾക്കും ഒരു ലോങ് ഡിസ്റ്റൻസ് കണക്ഷൻ ആയിരിക്കാം. പക്ഷേ ലോങ് ഡിസ്റ്റൻസ് ആണെന്നുണ്ടെങ്കിൽ കൂടിയും നിങ്ങളുടെ തൊട്ടടുത്തുള്ളൊരു വ്യക്തിയോട് നിങ്ങൾ എത്രത്തോളം ഇടപഴകുന്നോ അതിൻ്റെ ഇരട്ടി ഒരു പവറിൽ ഈ ഒരു പേഴ്സണുമായിട്ട് നിങ്ങൾക്ക് മിങ്കിൾ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടാവും. അതായത് നിങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്ത് കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും ഒരു ഭൂരിഭാഗം സമയം രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ലോങ് ഡിസ്റ്റൻസ് ആയതുകൊണ്ട് നിങ്ങൾക്ക് പരസ്പരം കാണാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നേരിട്ടുള്ള ഒരു ഫിസിക്കൽ പ്രസൻസ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും അടുത്തുള്ള വ്യക്തികൾ, അതായത് ഒരുമിച്ച് കഴിയുന്ന ഒരു ഭാര്യയും ഭർത്താവിനേക്കാൾ കൂടുതലായിട്ട് നിങ്ങൾ ചിലപ്പോൾ പരസ്പരം സ്നേഹം പങ്കുവയ്ക്കുകയോ അല്ലെങ്കിൽ അത്രയും ഒരു കമ്മ്യൂണിക്കേഷനോ കാര്യങ്ങളോ രണ്ടുപേരും എന്താണ് രാവിലെ എണീക്കുമ്പോൾ മുതൽ ചെയ്യുന്നത് എന്നുള്ളത് പരസ്പരം പറയുന്നുണ്ടാവുമായിരിക്കും. കാരണം അത്രയധികം ഒരു സിങ്ക്രണൈസേഷൻ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഉണ്ടായിരുന്നു. അത്രയും നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കാര്യങ്ങൾ തുറന്ന് പറഞ്ഞ് മുന്നോട്ട് പോയിട്ടുള്ള വ്യക്തികൾ തന്നെയാണ്. അപ്പോൾ ഇതിനകത്ത് കൂടുതലും നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പാണ്. ഇനിയിപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് അല്ല എങ്കിൽ കൂടിയും ആ ഒരു രീതിയിൽ കണ്ടിട്ടുള്ളൊരു ബന്ധമാണ്. അതായത് നമുക്കൊരു റിലേഷൻഷിപ്പ് വരുമ്പോൾ പലരും പല രീതിയിൽ കാണാമല്ലേ. അപ്പോൾ ഇവിടെ ചിലപ്പോൾ മാരേജ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ കൂടിയും, അല്ലെങ്കിൽ ചിലപ്പോൾ മാരേജ് ഇനി പിന്നീട് മാറ്റി വെച്ചിട്ടുള്ള വ്യക്തികളായിരിക്കും, കുറച്ച് നാൾ കഴിയുമ്പോൾ മാരേജ് ചെയ്യാം എന്നുള്ള രീതിയിൽ നിൽക്കുന്നവരായിരിക്കും. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിരുന്നത് ആ ഒരു കണ്ണിലാണ്. എൻ്റെ വൈഫ് അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞ് നമ്മളുടെ ആ ഒരു പാർട്ട്ണർക്ക് നമ്മൾ എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കും, ആ ഒരു ഇമ്പോർട്ടൻസ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുട്ടികളൊക്കെ ഇൻവോൾവ് ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പായിരിക്കാം. ഇനിയിപ്പോൾ കുട്ടികളില്ല എന്നുണ്ടെങ്കിൽ കൂടിയും ഈ ഒരു വ്യക്തിയിൽ നിന്ന്, അല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ടു പേർക്കും കോമൺ ആയിട്ട് കുഞ്ഞുങ്ങൾ വേണം എന്ന് നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് കുട്ടികളുടെ പ്രസൻസും കാര്യങ്ങളെല്ലാം കാണാൻ കഴിയും. നിങ്ങൾ അത്രയും ഒരു ഫാമിലി ലൈഫ് ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ള, ഡ്രീം ചെയ്തിട്ടുള്ള വ്യക്തികൾ തന്നെയാണ്. അപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, കുറേ നാളുകളായിട്ട് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് സ്റ്റക്കാണ്. നിങ്ങൾ സ്റ്റക്കല്ല, നിങ്ങൾ ഇതിനകത്ത് വീണ്ടും തുടർന്നുകൊണ്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് കണ്ടിന്യൂസ്ലി നിങ്ങളുടെ ലൈഫ് ലോങ് വേണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. പക്ഷേ നിങ്ങളുടെ പേഴ്സണ് ഒരു ഘട്ടം എത്തിയപ്പോൾ മുതൽ ഇതിനകത്ത് ആക്റ്റീവ് ആകാനായിട്ട് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അവർക്ക് അതിനകത്ത് കഴിയാത്ത പോലെ, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും പഴയതുപോലെ അവരെങ്ങനെയാണോ കൊണ്ടു നടന്നിരുന്നത് അതുപോലെ അവർക്ക് കൊണ്ടു നടക്കാൻ വയ്യാത്തൊരവസ്ഥയിലൂടെയാണ് ആ ഒരു പേഴ്സൺ സഞ്ചരിക്കുന്നത്. അപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒന്നിൽ കൂടുതൽ റിലേഷൻഷിപ്പ് ഉണ്ടാവാനുള്ള ഒരു സാധ്യത ഇതിനകത്തുണ്ട്. ആ ഒരു ഡ്യുവൽ എനർജി നമുക്ക് ഇതിനകത്ത് കാണാൻ കഴിയും. മേ ബി നിങ്ങൾ വരുന്നതിന് മുൻപുള്ള ഏതെങ്കിലും ഒരു പേഴ്സൺ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ വന്ന ശേഷം നിങ്ങളുടെ ലൈഫിനകത്തേക്ക് പുതിയതായിട്ടൊരു ന്യൂ എൻട്രി എന്ന് പറയുന്ന രീതിയിൽ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്ന മറ്റേതെങ്കിലും ഒരു വ്യക്തിയായിരിക്കും. അങ്ങനെയുള്ള ഒരു റിലേഷൻഷിപ്പിന് സാധ്യതയുണ്ട്. അതുമാത്രമല്ല ആ ഒരു റിലേഷൻഷിപ്പ് ചിലപ്പോൾ ഏതെങ്കിലും തരത്തിൽ, അത് പൊതുവേ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ ഒരു മണ്ടത്തരം കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ഇവർക്ക്, ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ചൈൽഡിഷ് ആയിട്ടുള്ളൊരു വ്യക്തിയും കൂടിയാണ് എന്നുള്ളത്. അപ്പോൾ അവരുടേതായിട്ടുള്ളൊരു പക്വതയില്ലായ്മ കൊണ്ടായിരിക്കാം ഏതോ തരത്തിൽ അത് ഇവർക്ക് വിനയായിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ആ ഒരു സിറ്റുവേഷനകത്ത് ഇവർ കുടുങ്ങിക്കിടക്കാനുള്ള സാധ്യതയുണ്ട്. പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിൽ ഇവർ തന്നെ അതിനകത്ത് കയറി കുരുങ്ങിപ്പോയി, അതേ നമുക്ക് പറയാൻ സാധിക്കും.
ഇനിയിപ്പോൾ അതൊരു റിലേഷൻഷിപ്പ് അല്ല, ചിലപ്പോൾ അവരുടെ ഒരു ഫാമിലി മെമ്പറോ അല്ലെങ്കിൽ അടുത്ത സുഹൃത്തോ അങ്ങനെ ഏതെങ്കിലും ഒരു വ്യക്തി ഇതിനകത്ത് കൂടുതലായിട്ട് അവരെ ഇൻവോൾവ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ മാറ്റി നിർത്തിയിരിക്കുന്ന ഒരു എനർജി ആണെന്നുണ്ടെങ്കിൽ കൂടിയും അവിടെ നമുക്ക് പറയാൻ കഴിയുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു പേഴ്സൻ്റെ കോമൺ സെൻസ് ഇല്ലാത്തൊരു പ്രവൃത്തി കൊണ്ടാണ് എന്നുള്ളതാണ്. അതായത് ചില സമയത്ത് നമ്മൾ ആളുകളെ കൂടുതലായിട്ട് വിശ്വസിക്കുന്നത് അപകടം ചെയ്യും. ചിലർക്കൊരു സ്വഭാവമുണ്ട്, ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും അത് കണ്ണടച്ച് വിശ്വസിക്കുക, അല്ലെങ്കിൽ അവർ പറയുന്നതാണ് ശരി എന്നുള്ള രീതിയിൽ നുണ പറയാനൊന്നും വഴിയില്ലല്ലോ എന്ന് വിചാരിച്ച് കണ്ണടച്ച് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. അതായത് ചിലപ്പോൾ ശുദ്ധഗതിയായിട്ടുള്ളൊരു മൈൻഡ് ആയിരിക്കാം, പക്ഷെ ആ ഒരു രീതിയിലൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാർക്ക് പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പോലും അറിയാതെ പല ട്രാപ്പുകളിൽ ചെന്നവർ വീഴും എന്നുള്ളതാണ്. അപ്പോൾ അതുപോലെ ഒന്നില്ലാന്നുണ്ടെങ്കിൽ മറ്റാരെങ്കിലും അമിതമായിട്ട് വിശ്വസിച്ചത് കൊണ്ടായിരിക്കാം, ചില സത്യങ്ങൾ തുറന്ന് പറഞ്ഞതുകൊണ്ടായിരിക്കാം. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ആഫ്റ്റർ എഫക്റ്റാണ് ആ പേഴ്സൺ ഇപ്പോൾ അനുഭവിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് വന്നിരിക്കുന്നത് പോലെ സ്വന്തമായിട്ടുള്ള എന്തെങ്കിലും ഒരു മണ്ടത്തരം കൊണ്ടോ അല്ലെങ്കിൽ ഒരു എടുത്തുചാട്ടം കൊണ്ടോ നിങ്ങളുടെ ആ ഒരു സിറ്റുവേഷൻ വൈസ് മാറി നിൽക്കേണ്ടി വന്നിട്ടുള്ള ഒരു പേഴ്സണാണ് നിങ്ങളുടെ വ്യക്തിയെങ്കിൽ, അല്ലെങ്കിൽ ഇതുപോലെയുള്ള എന്തോ ഒരു കാര്യത്തിൽ ആൾ കുടുങ്ങിപ്പോയി, അത് ആളുടെ തന്നെ ഒരു മിസ്റ്റേക്ക് കൊണ്ട് തന്നെ ആയിരിക്കാം, ആൾ കുടുങ്ങിപ്പോയി അതിൽ നിന്ന് പുറത്ത് കിടക്കാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷനിലാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളതെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. എത്ര പേർക്ക് അത് റെസണേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് അറിയുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആൾ ഈ ഒരു സ്റ്റക്കിങ് സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിൽ ചിലർക്ക് യാതൊരു കോണ്ടാക്റ്റും കിട്ടുന്നുണ്ടാവില്ല, ആൾ കംപ്ലീറ്റ്ലി സൈലൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു വാനിഷായി പോയൊരു പ്രതീതിയായിരിക്കാം. അല്ല മറ്റു ചിലരാണെന്നുണ്ടെങ്കിൽ ഒരു ഓൺ ആൻഡ് ഓഫ് എന്ന് പറയുന്നത് പോലെ ഇടയ്ക്ക് വന്നിട്ട് മിണ്ടിയിട്ട് പോകുന്നുണ്ടാവാം. അല്ലെങ്കിൽ ഈ ഒരു സ്റ്റക്കിങ് സിറ്റുവേഷൻ എന്താണ് എന്ന് നിങ്ങൾക്കും കൂടി അറിയാമെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ വന്ന് പറയുന്നുണ്ടാവാം. അതുകൊണ്ടാണ് എനിക്ക് കൂടുതലായിട്ടും ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യാൻ പറ്റാത്തതെന്ന് പറയുന്നുണ്ടാവാം. അപ്പോൾ അത് ഡിപ്പെൻസ് ആണത്. അപ്പോൾ എങ്കിൽ കൂടിയും അവരെല്ലാ കാര്യങ്ങളും നിങ്ങളെക്കുറിച്ച് അറിയാനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അത് നിങ്ങൾ അറിഞ്ഞുകൊണ്ടായിരിക്കാം, നിങ്ങൾ അറിയാതെ ആയിരിക്കാം, നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണ് എന്നൊക്കെ ഈ ഒരു പേഴ്സൺ അത് വലിയൊരു വിഷയമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതായത് നമുക്കവിടെ നിന്ന് മനസ്സിലാവുന്നത് അവർ ഏത് അവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ കൂടിയും നിങ്ങളെ മറന്നു പോവുകയോ അല്ലെങ്കിൽ നിങ്ങൾ അവരെ വിട്ട് പോവുക എന്നുള്ളതൊക്കെ അവർക്ക് വളരെ ആശങ്കയായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ എപ്പോഴാണെന്നുണ്ടെങ്കിലും അവർ നിങ്ങളോടൊപ്പം അപ്പുറത്തൊരു സൈഡിലാണെന്നുണ്ടെങ്കിൽ ഉണ്ടാവണം എന്ന് തന്നെ ആ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ കോൺടാക്ട് ചെയ്യാനൊന്നും പറ്റിയില്ലെങ്കിൽ പോലും നിങ്ങളുടെ മൈൻഡിനകത്ത് അവരെപ്പോഴും ഉണ്ടാകണം. നിങ്ങൾ മറ്റൊരു റിലേഷൻഷിപ്പിലേക്കോ അല്ലെങ്കിൽ മറ്റെവിടേക്കെങ്കിലും പോകുന്നതോ ഈ ഒരു പേഴ്സൺ ഇഷ്ടം ഉണ്ടാവില്ല. ചിലപ്പോൾ റിലേഷൻഷിപ്പിലുള്ളൊരു സമയത്താണെന്നുണ്ടെങ്കിൽ അവരത് ഓപ്പണായിട്ട് പറഞ്ഞിട്ടുണ്ടാവും, അവരെ ആയിരിക്കണം കൂടുതൽ ഇഷ്ടപ്പെടേണ്ടത്. ചിലപ്പോൾ നിങ്ങളുടെ വീടിനകത്തുള്ള ഫാമിലി മെമ്പേഴ്സോ അല്ലെങ്കിൽ മറ്റാരോടെങ്കിലും നിങ്ങൾ കൂടുതൽ സ്നേഹം കാണിക്കുന്നതൊക്കെ ഇവർക്ക് വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരിക്കാം. കാരണം ഫുൾ ഫോക്കസും അവർക്ക് തന്നെ കിട്ടണം എന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇപ്പോൾ മാറി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും ആ ഒരു ആറ്റിറ്റ്യൂഡിന് യാതൊരു മാറ്റവും വന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ നേരത്തെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ലോങ് ഡിസ്റ്റൻസ് ആണ് എന്നുള്ള ഒരു പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇതിൻ്റെ ആ ഒരു ലോങ് ഡിസ്റ്റൻസ് എന്നുള്ളതിൻ്റെ ആ ഒരു പേര് അന്വർത്ഥമായി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അത്രത്തോളം നിങ്ങൾ തമ്മിൽ ഒരു അകൽച്ച ഉണ്ടായിട്ടുണ്ട്. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മാനസികമായിട്ടും രണ്ടുപേരും ഇതിൽ നിന്ന് അകന്നു പോയി എന്ന് നമുക്കൊരിക്കലും പറയാൻ സാധിക്കില്ല. ഒരു സാഹചര്യങ്ങൾ കൊണ്ട് നിങ്ങൾ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ കൂടിയും രണ്ടുപേരും പരസ്പരം ഓർക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഓർക്കുക മാത്രമല്ല, നിങ്ങളുടേതായിട്ടുള്ള ആ ഒരു നല്ല മൊമെൻറ്റ്സ് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ വീണ്ടും പഴയതുപോലെ നിങ്ങളുടെ സിറ്റുവേഷനിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു സ്റ്റക്നെസ്, ആ ഒരു പേഴ്സൺ ഉണ്ടായിട്ടുള്ള സ്റ്റക്നെസ് മാറിപ്പോകുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുന്നുണ്ടാവാം. അപ്പോൾ എത്ര ഡിസ്റ്റൻസിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ മെൻ്റലി കണക്റ്റഡ് ആണ് എന്നുള്ള കാര്യം തന്നെ പറയാം. അപ്പോൾ ആ ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കുന്നുണ്ട്, നിങ്ങൾ നഷ്ടപ്പെട്ട് പോകരുതെന്നുള്ളത് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ അവർക്ക് ഉണ്ടായിട്ടുള്ള ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ഒരു സ്റ്റക്നെസ് ഇന്നല്ലെങ്കിൽ നാളെ മാറും എന്നുള്ളൊരു വിശ്വാസം ഉണ്ട് ആ ഒരു വ്യക്തിക്ക്. അത് ചിലപ്പോൾ അവർ വളരെ ഒരു കോൺഫിഡൻ്റ് ആയിട്ട് തിങ്ക് ചെയ്യുന്നത് കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും അത് മാറി തിരിച്ചു വരുമ്പോഴും നിങ്ങൾ അവിടെ തന്നെ ഉണ്ടാവണം, അല്ലെങ്കിൽ നിങ്ങൾ നഷ്ടപ്പെട്ടു പോകരുത് എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ അവരുടെ മനസ്സിനകത്ത് ഒരു പ്രധാന സ്ഥാനം അവർ നിങ്ങൾക്കായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായാലും അല്ലെങ്കിൽ ഒരു സ്റ്റക്കിങ് സിറ്റുവേഷനാണ്, കുറച്ച് നാളുകളായിട്ട് കമ്മ്യൂണിക്കേഷൻ ഇല്ല, നിങ്ങൾ തമ്മിൽ വളരെ അകൽച്ചയിലാണെങ്കിൽ കൂടിയും അതിനൊന്നും യാതൊരു മാറ്റവും വന്നിട്ടില്ല. ആ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് എത്ര ദൂരെയാണെന്നുണ്ടെങ്കിലും അവർ നിങ്ങൾക്ക് എങ്ങനെയാണോ ഇതിനു മുൻപ് നിങ്ങളെ ട്രീറ്റ് ചെയ്തിരുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണോ നിങ്ങളെ കണ്ടിരുന്നത് ആ ഒരു റെസ്പെക്റ്റോടു കൂടി തന്നെ അല്ലെങ്കിൽ ആ ഒരു പൊസിഷൻ അവർ ഇന്നും അവരുടെ മനസ്സിനകത്ത് നിങ്ങൾക്ക് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളിലേക്ക് വരാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ഒരുപാട് സ്നേഹമുണ്ട്, അതിനേക്കാൾ ഉപരിയായിട്ട് ഭയങ്കരമായിട്ട് ആവേശമുണ്ട്, ഭയങ്കരമായിട്ടൊരു പാഷനേറ്റ് എനർജി കൂടി കാണാം. നിങ്ങളിലേക്ക് വരാനായിട്ട് അത്രത്തോളം ആ ഒരു പേഴ്സൻ്റെ മനസ്സ് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് പ്രധാനമായിട്ടും ഈ ഒരു പേഴ്സൺ മാറി നിൽക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു സെപ്പറേഷൻ ഉണ്ടെങ്കിൽ പോലും ഇൻ ബിറ്റ്വീൻ ആയിട്ട് സംതിങ് ഉള്ളത് കൊണ്ടാണ്
അല്ലെങ്കിൽ ഒരു സ്റ്റക്കായിട്ടുള്ള കാര്യം ഉള്ളതുകൊണ്ട് തന്നെയാണെന്ന് പറയാം. മനഃപൂർവ്വം ഈ ഒരു വ്യക്തി മനസ്സുകൊണ്ട് മാറി നിൽക്കുന്നതായിട്ട് നമുക്കിവിടെ കാണുന്നില്ല. കാരണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ഓടി വരാമായിരുന്നു. ഇത്രയും അവർ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് മാറി നിൽക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു സാഹചര്യം അങ്ങനെ ആയതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഇങ്ങനെ നിൽക്കേണ്ടി വരുന്നത് എന്നാണ് മനസ്സിലാവുന്നത്. അപ്പോൾ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് വീണ്ടും പഴയതുപോലെ ആകുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ഡിവൈൻ ടൈമിന് അവർ വെയിറ്റിംഗ് ആണ്. അപ്പോൾ മേ ബി ഈ ഒരു പേഴ്സണും സ്പിരിച്വലി ഒരുപാട് കണക്റ്റഡ് ആയിരിക്കാം, നല്ല രീതിയിൽ പ്രാർത്ഥിക്കുന്നുണ്ടാവാം. വീണ്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പ് പഴയതുപോലെ ആവണേ എന്ന് നിങ്ങൾ എത്രത്തോളം പ്രാർത്ഥിക്കുന്നുണ്ടോ അതുപോലെ തന്നെ പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്ന വ്യക്തിയെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ നമ്മുടെ ലൈഫിനകത്ത് പല ഘട്ടങ്ങളുണ്ടല്ലേ, നമ്മൾ ആ ഒരു പല സ്റ്റേജസിലും പല വ്യക്തികൾ എൻ്റർ ചെയ്യാം, പല വ്യക്തികൾ പുറത്തേക്ക് പോവാം. ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ്. ഒന്ന് കഴിഞ്ഞു എന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ വീണ്ടും അടുത്തത് വരുന്നു. അപ്പോൾ ഒന്നും അവിടെ ആ ഒരു എൻഡിങ് ആവുന്നില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പും. തീർച്ചയായിട്ടും ഇപ്പോൾ അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു റിലേഷൻഷിപ്പ് എടുക്കുമ്പോൾ നിങ്ങളുടെ രണ്ടുപേരുടെയും ആ ഒരു റിലേഷൻഷിപ്പ് വളരെ ഒരു എന്താ പറയുന്ന ഒരു നെഗറ്റീവായിട്ട് അല്ലെങ്കിൽ ഒരു അനക്കം ഇല്ലാതെ വളരെ സൈലൻ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടുപേരും അപ്പുറത്തും ഇപ്പുറത്തും മാറി നിന്ന് ഒരുപാട് വിഷമിക്കുന്നൊരു എനർജി ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനും മാറ്റം സംഭവിക്കുന്നു. ആ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആവും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ആ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആയിട്ട് വീണ്ടും അത് റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഈ വിഷമങ്ങളും കാര്യങ്ങളും സങ്കടങ്ങളും അകൽച്ചയെല്ലാം മാറി വീണ്ടും നിങ്ങൾക്ക് ഒന്നിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോഴുള്ള ആ ഒരു സെപ്പറേഷൻ്റെ സൈക്കിൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മാറിപ്പോവും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നമ്മളിവിടെ ഈ ഒരു പേഴ്സണ് നിങ്ങളോടുള്ളൊരു മനോഭാവവും കാര്യങ്ങളൊക്കെയാണ് നോക്കിയതെങ്കിൽ കൂടിയും ഇതിനകത്ത് ഒരു ഡിവൈൻ ടൈമിംഗ് എടുക്കാനുള്ള സമയമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ഡിവൈൻ ടൈം അല്ലെങ്കിൽ ആ ഒരു ബ്ലെസ്സിങ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വരുന്നു എന്നുള്ളതും കൂടി നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് തന്നെ അറിയാം ആ ഒരു വ്യക്തി എത്രത്തോളം അവരുടെ മനസ്സിൽ നിങ്ങൾക്കൊരു സ്ഥാനം തരുന്നു അല്ലെങ്കിൽ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം 10 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി ഉണ്ട്, അതുപോലെ തന്നെ ലവേഴ്സ് കാർഡ് വന്നിട്ടുണ്ട്, എംപ്രസ് കാർഡ് വന്നിട്ടുണ്ട്, 10 ഓഫ് കപ്സിൻ്റെ എനർജി ഉണ്ട്, ഏസ് ഓഫ് കപ്സിൻ്റെ എനർജി, കിങ് ഓഫ് കപ്സിൻ്റെ എനർജി, അങ്ങനെ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാർഡ്സ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അത്രത്തോളം ഒരു സ്നേഹം ഇവിടെ ഉണ്ട് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനകത്തുണ്ട്, അവരുടെ മനസ്സിനകത്തുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അകന്ന് മാറിയിരിക്കാനാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ അടുത്ത് പെരുമാറാനാണെന്നുണ്ടെങ്കിലും എല്ലാം ഒരു യോഗമാണ്. നമ്മൾക്ക് എത്രത്തോളം നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ അടുത്ത് ഒരുമിച്ചിരിക്കാൻ സാധിക്കണം അല്ലെങ്കിൽ എത്രത്തോളം കൂടെ കഴിയാൻ സാധിക്കണം എന്നുള്ളതെല്ലാം നമ്മളുടെ ഒരു തലവര പോലെ ഇരിക്കും. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും അപ്സ് ആൻഡ് ഡൗൺസ് എല്ലാ ലൈഫിലും ഉള്ളതാണ്. എല്ലാം വടി പോലെ ഇങ്ങനെ ഒരു സ്മൂത്തായിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ്ലി പോകുന്ന ഒരു ചരിത്രമില്ല. എപ്പോഴും അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളൊക്കെ വരും. അപ്പോൾ എന്തോരം തടസ്സങ്ങളും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും നമ്മളുടെ പാർട്ട്ണറുടെ മനസ്സിനകത്ത് നമ്മൾ തന്നെയാണ് എന്നറിയുന്നത് ഒരു സുഖമുള്ള കാര്യമാണ്. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ദൂരെയാണെന്നുണ്ടെങ്കിൽ അവർ നമ്മൾ ഓർക്കുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ട് എന്നറിയാൻ സാധിക്കുന്നത് തന്നെ വലിയ കാര്യമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് അത് പറയാനായിട്ട് കഴിയും, കാരണം ആ ഒരു പേഴ്സൺ അത്രത്തോളം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി എടുത്ത് നോക്കാം ഇതിൻ്റെ ഒരു റെസൊണേഷൻ അറിയുന്നതിനായിട്ട്. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഫസ്റ്റ് ക്ലൂ എന്ന് പറയുന്നത് ലെറ്റർ ഒ ആണ്, നമ്പർ 3030, ഓഗസ്റ്റ് മന്ത്, ലെറ്റർ ജി, നമ്പർ 11, ലെറ്റർ ഡി ആണ് കേട്ടോ, Aquarius zodiac sign, number 17, Leo zodiac sign, September month, letter J, Capricorn zodiac sign, December month, Attam nakshatram, ആലപ്പുഴ, നമ്പർ 23, ലെറ്റർ യു, ലെറ്റർ എൽ, സെജിറ്റേറിയസ് സോഡിയക് സൈൻ, പുണർദം നക്ഷത്രം, ഉത്രാടം, നമ്പർ 24, ആൻഡ് ഫൈനലി ലെറ്റർ ടി. അപ്പോൾ ഇതൊക്കെയാണ് നമുക്കിന്നിവിടെ ക്ലൂസ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് വന്നിരിക്കുന്ന ആ ഒരു എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുടേതായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു എനർജിയാണ്. ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ ഇപ്പോഴും അവർ നിങ്ങളെ സൂക്ഷിക്കുന്നു എന്നുള്ളൊരു എനർജിയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്.
അത് നിങ്ങൾ ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.